പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ ജന്മദേശമായ തലശ്ശേരിയിൽ കൂടെ ഇത് എൻ്റെ രണ്ടാമത്തെ കാൽനട യാത്രയും വീഡിയോ ചിത്രീകരണമാണ്. ഇന്ന് ഞാൻ തലശ്ശേരി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ എൻ്റെ OP ടിക്കറ്റ് എടുക്കുവാനായി വന്നതായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി. ഏതായാലും ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് മഞ്ഞോടിയിൽ നിന്ന് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് വരെ നടന്നാലോ, അതും വീഡിയോ എടുത്തുകൊണ്ട് നടന്നാലോ എന്നൊരു ചിന്ത വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലാണ് നേരത്തെ കണ്ടത്. അതിൻ്റെ മുൻപിൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷകളാണ് ഇവിടെ കാണുന്നത്. ഓട്ടോറിക്ഷക്കാരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ കാണുന്നത്. നിരനിരയായി നിർത്തിയിട്ടിരിക്കുന്ന അവസരത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഓട്ടോ ഡ്രൈവർമാരെ നിങ്ങൾക്ക് കാണാം. എൻ്റെ ജന്മദേശം തലശ്ശേരിയാണെന്ന് ഇത്രയും പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു. പണ്ടത്തെ എൻ്റെയൊക്കെ ഇപ്പോൾ 75ാമത്തെ 4 വയസ്സ് കഴിഞ്ഞ് 4 നടന്നുകൊണ്ടിരിക്കുകയാണ്. 75 അടുത്ത് പൂർത്തിയാവും. അപ്പോൾ 75ാമത്തെ വയസ്സിലൊരു സാഹസത്തിന് ഞാൻ മുതിരുകയാണ്. രണ്ടാമത്തെ കാൽനട യാത്രയാണ് ഞാൻ നടത്തുന്നത്. അതിൽ കൂടെ വീഡിയോ എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് മഞ്ഞോടിയിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് വരികയാണ്. മഞ്ഞോടിയിൽ നിന്ന് കീഴന്തിമുക്ക് എന്ന് പറയും. കീഴന്തിമുക്കാണ് അടുത്ത സ്ഥലം. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം. അത് കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞു. മഞ്ഞോടി വളവ് കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ മൊബൈലുണ്ട്. മൊബൈൽ ഞാനിങ്ങനെ ആരും കാണാതെ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പറയുന്നില്ല. നമ്മുടെ നാട്ടിൻ്റെ ഓരോ ഭാഗങ്ങൾ ചിത്രീകരിക്കുക എന്നതാണ് ലക്ഷ്യം. വീട്ടിൽ തന്നെ ഇരുന്ന് വീഡിയോ ഇട്ട് മടുത്തു. അപ്പോൾ വീഡിയോയിൽ വ്യൂസും ഇല്ല. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെയൊരു ഇങ്ങനെയൊരു സാഹസത്തിന് മുതിരുന്നത്. വളരെ റിസ്ക് പിടിച്ച ഏർപ്പാടാണ്. മൊബൈൽ കൈ പിടിച്ചതും ഇത്രയും വീതിയുള്ള അതിൻ്റെ ഇടയ്ക്ക് കൂടെ വേണം നടന്നിട്ട് ഇങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇവിടെ നിന്ന് എത്ര സമയമെടുക്കുമെന്ന് നമ്മൾക്ക് നോക്കാം. ഇവിടെ ഞാൻ ഹോസ്പിറ്റലിൻ്റെ കവാടത്തിൽ നിന്ന് യാത്ര തുടങ്ങിയതാണ്. അപ്പോൾ അടുത്തത് വരുന്നത് പ്രധാനമായ ജംഗ്ഷൻ വരുന്നത് കീഴന്തിമുക്ക് എന്ന് പറയും. കീഴന്തിമുക്ക് എന്ന ഇവിടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കീഴന്തിമുക്കിൽ നിന്ന് വലത്തോട്ട് പോയാൽ നേരെ ചെന്നിട്ട് ചെരക്കര എത്തും. ചെരക്കര എന്ന് വെച്ചാൽ നമ്മൾ തലശ്ശേരി കൂത്തുപറമ്പ് റൂട്ടിലെ ഒരു സ്റ്റോപ്പാണ്. ആദ്യത്തെ സ്റ്റോപ്പാണ് ചെരക്കര. ആദ്യത്തെ അല്ല, പ്രധാനപ്പെട്ട ഒരു സ്റ്റോപ്പാണ് ചെരക്കര. അപ്പോൾ ചെരക്കര എത്തും. ഞാനിപ്പോൾ നേരെ പോകുന്നത് കീഴന്തിമുക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ റോഡിന് ഇരുവശത്തുള്ള കാഴ്ചകളും കാണാം. എനിക്ക് അത്രയും പകർത്തുന്നതിന് പരിമിതിയുണ്ട്. അപ്പോൾ റോഡിന് ഇരുവശത്തെ കാഴ്ചകൾ കാണാം. പണ്ടത്തെ ആയിട്ടിന് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ആ വളവ് കഴിഞ്ഞിട്ട് മഞ്ഞോടി വളവ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് നടക്കുകയാണ്. കീഴന്തിമുക്ക് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അപ്പോൾ റോഡിന് ഇരുവശത്തുമുള്ള അധികം പഴയതും പുതിയതുമായ ബിൽഡിങ് ഇപ്പോൾ കാണാം. കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെറുപ്പത്തിലൊക്കെ ഇത്രയൊന്നും ഇല്ലായിരുന്നു. എന്നാലും വലിയൊരു പുരോഗതി എന്ന് പറയാൻ മാത്രമുള്ള ആയിട്ടില്ല. അങ്ങനെയാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം പല ഗുഡ്സ് ഓട്ടോയിലോ എല്ലാം എവിടെയോ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നുണ്ട്. ഇങ്ങനെ ഞാൻ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് നേരെ പോയി കീഴന്തിമുക്ക് ലക്ഷ്യമാക്കി നടക്കുകയാണ്. അപ്പോൾ ഇരുവശത്തുമുള്ള കാഴ്ചകൾ പരമാവധി പകർത്തുവാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം ഇവിടെ എത്തിയിരിക്കുകയാണ്. കീഴന്തിമുക്ക് എത്തിയില്ല. അതിന് മുന്നോടിയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ കാണുന്നത്. റോഡിൻ്റെ ഫുട്പാത്ത് വളരെ കുറവാണ്.
പല പീടികളുണ്ട്, പീടിയെല്ലാം വിളിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഇങ്ങനെ പോകട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേങ്കിൽ കാൽനട യാത്രക്കാർ കുറവാണ് ഇപ്പോൾ. അധികതും കാൽനട വളരെ വളരെ കുറവാണ്. സൈക്കിൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. അതങ്ങോട്ട് മഞ്ഞോടിക്ക് ലക്ഷ്യമാക്കിയിട്ടാണ് പോകുന്നത്. ഞാൻ നടക്കുന്നത് കീഴന്തിമുക്ക് ലക്ഷ്യമാക്കിയിട്ടാണ്. ഏറ്റിടക്ക് ഞാൻ ഇടവഴികൾ ഇടക്കൊന്ന് എൻ്റെ മൊബൈൽ ക്യാമറയിൽ തിരിക്കുന്നുണ്ട്. ഇപ്പോൾ വാഹനങ്ങൾ അതിപ്രസരമാണ് നമ്മൾക്ക് റോഡിൽ കാണുവാൻ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ തിരക്ക് കുറവാണ്. ഇനി നോക്കാം നമുക്ക് എങ്ങനെയുണ്ടെന്ന്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ആംബുലൻസ് പാഞ്ഞു പോയി അങ്ങോട്ടേക്ക്. ഞാനിതിൻ്റെ ശബ്ദ കോലാഹലം കുറച്ചിട്ടാണ് കുറച്ചും കൂടെ കൂട്ടാമെന്ന് വിചാരിക്കുന്നത്. അതിന് ശേഷം പറ്റുമെന്ന് നോക്കാം. വേറെ ശബ്ദം ഇല്ലെങ്കിൽ എൻ്റെ പറയുന്നത് കേൾക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ശബ്ദം കുറച്ചത്. ഇതിൻ്റെ ഒറിജിനൽ സൗണ്ട് കുറച്ചും കൂടെ കൂട്ടാമെന്നാണ് തോന്നുന്നത്. ഇത് പൂച്ചട്ടിയും കൊണ്ട് അതൊരു ഓട്ടോറിക്ഷ പോകുന്നു. ഓട്ടോറിക്ഷ അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു. പല വീടുകളുണ്ട്, ഓരോ വീടുകൾ ആണ് കാണുന്നത്. വീടുകളുണ്ട്, വലിയ ഡോക്ടേഴ്സ് ഈ ഭാഗത്ത് അധികം ഡോക്ടർമാർ, പിന്നെ വക്കീലുമാർ അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതല്ല, ഈ സ്ഥലത്തല്ല. കുറച്ചുകൂടെ അങ്ങോട്ട് തിരുവങ്ങാട് എത്തിക്കഴിഞ്ഞാൽ അധികം വക്കീലുമാരുടെ വീടുകളാണ് കാണുന്നത്. തിരുവങ്ങാട് ഭാഗത്ത് പിന്നെ ഡോക്ടർമാർ അവരൊക്കെയാണ് ഉള്ളത്. സാധാരണക്കാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ നടന്ന് എത്ര സമയം എടുക്കുമെന്ന് നോക്കാം. ഞാൻ മഞ്ഞോടി ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഇങ്ങനെ പഴയ ബിൽഡിങ്ങും ഉണ്ട്, പുതിയ ബിൽഡിങ്ങുകളും ഉണ്ട്. അധികം ഈ കാണുന്നത് പഴയ ബിൽഡിങ്ങാണ് തോന്നുന്നു. ഓടിട്ട ബിൽഡിങ്ങുകളും കാണാം. ഓടിട്ട പഴയ ബിൽഡിങ്ങാണ് ഈ കാണുന്നത്. നമ്മുടെയൊക്കെ ചെറുപ്രായത്തിൽ ഓലയും ഓടുമാണ് താരങ്ങൾ. ഇപ്പോൾ അത് മാറി എല്ലാം കോൺക്രീറ്റ് ബിൽഡിങ്ങുകളായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ താമസിക്കാനുള്ള വീട്ടിൻ്റെ അകത്ത് താമസിക്കാനുള്ള സുഖം, അല്ലെ ബിൽഡിങ്ങിൻ്റെ അകത്ത് താമസിക്കാനുള്ള സുഖം ഇന്നത്തെ ഈ കോൺക്രീറ്റ് ബിൽഡിങ്ങിനില്ല എന്നല്ല എവർക്കും അറിയാമല്ല. എന്ത് ചെയ്യാൻ പറ്റും? പഴയതിലേക്ക് മടങ്ങാനും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണുള്ളത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ ഞാൻ ഓരോ ബിൽഡിങ്ങിനെ പറ്റി വിശദമായി പറയുന്നില്ല. ഏകദേശം വാഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ നമ്മുടെ ജീവനം കൊണ്ട് വാഹനങ്ങൾ പോകും. അപ്പോൾ സൂക്ഷിച്ച് അങ്ങനെ നടക്കുകയാണ്. ഏകദേശം എവിടെ എത്തി? കീഴന്തിമുക്ക് ഏകദേശം എത്താനായി എന്നാണ് തോന്നുന്നത്. കീഴന്തിമുക്ക് എത്താറായി എന്നാണ് തോന്നുന്നത്. ഞാൻ വെറുതെ ക്യാമറ തുറന്ന് പിടിച്ചിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൻ്റെ വോയിസ് ഓവർ ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് കൊടുക്കുകയാണ്. ക്യാമറ തുറന്ന് വെച്ചിട്ട് ആണ് വീഡിയോ മോഡലാക്കിയിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നത്. പ്രായമൊക്കെ ആയി നടക്കാനൊക്കെ വിഷമമുണ്ട്. വളരെ സൂക്ഷിച്ചിട്ട് പോകേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ സ്ലാബ് എല്ലാം നോക്കി നടന്നില്ലെങ്കിൽ നമ്മൾ സ്ലാബിൻ്റെ ഇടയിൽ കാല് ഇതാക്കി വീഴാൻ സാധ്യതയുണ്ട്. ഇതിങ്ങനെ സൈഡുകളിൽ പോകാൻ മെയിൻ റോഡിന് തന്നെയാണ് പോകുന്നത്. കാരണം ഫുട്പാത്താണ് കാണുന്നത്. ഫുട്പാത്തിലെ തന്നെയാണ് പോകുന്നത്. സൂക്ഷിക്കണം. സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ വീഴാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തല്ലോ വർക്ക്ഷോപ്പോ എന്തോ പോലെ ഉണ്ട്. വർക്ക്ഷോപ്പല്ല, എന്താ പറയുക, ഗാരേജാ എന്തോ പോലെ ഉണ്ട് കാണാം. ഇങ്ങനെ പോകുന്നുണ്ട്. ഏകദേശം ഈ സൈഡ് ഇതാക്കി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരു ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നുണ്ട്. ഈ ജംഗ്ഷൻ എനിക്ക് തോന്നുന്നത് ഇതാണ് കീഴന്തിമുക്ക് ജംഗ്ഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. കീഴന്തിമുക്ക് ജംഗ്ഷൻ ആണിത്. കീഴന്തിമുക്ക് ജംഗ്ഷനിൽ നിന്ന് നേരെ വലത്തോട്ട് പോയാൽ ചേരക്കര, നേരത്തെ പറഞ്ഞ പോലെ ചേരക്കരയാണ് എത്തുക. ഇടത്തോട്ട് പോയാൽ തിരുവങ്ങാട് ഭാഗത്തേക്ക് എത്താം. തിരുവങ്ങാട് ക്ഷേത്രം അങ്ങോട്ടെത്താം.
വലത്തോട്ടൊക്കെ പോയാൽ ചേലക്കര എത്താം. ബസ്സുകളെല്ലാം അങ്ങനെയാണ്. കൂത്തുപറമ്പ് ബസ്സൊക്കെ തിരിച്ചു വരുന്നത്. അങ്ങനെ പോയി അത് കുറച്ചുകൂടെ അങ്ങോട്ട് പോയിട്ട് ബാങ്ക് ഓഡിറ്റോറിയം ഉണ്ട്. ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ ഒരു റോഡുണ്ട്. ആ റോഡ് വഴിയാണ് കൂത്തുപറമ്പ് ബസ്സൊക്കെ പോകുന്നത്. മറ്റേതിൽ സാധാരണ ഓട്ടോ ഒക്കെ വന്ന് ചേലക്കര പോവുക. ഈ പറഞ്ഞ കീഴന്തിമുക്കിൽ നിന്ന് വലത്തോട്ട് പോകുന്ന റോഡ് പോയാൽ ഓട്ടോറിക്ഷകൾ, കാറുകൾ, മറ്റുള്ള വാഹനങ്ങൾക്കെല്ലാം ചേലക്കരയിലെത്താം. അപ്പോൾ ഓരോ സ്ഥാപനങ്ങളാണ് കണ്ടുവരുന്നത്. പുതിയ സ്ഥാപനങ്ങളായിരിക്കാം. കുറേ നാളുകളായി നമ്മൾ ബസ്സിലങ്ങ് പോകുമ്പോൾ ഈ സാധനങ്ങളൊന്നും അങ്ങനെ നോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് പുതിയ സ്ഥാപനങ്ങളും പഴയ സ്ഥാപനങ്ങളെല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്. അവിടെ ഒരു സീബ്ര ലൈൻ കാണുന്നുണ്ട്. വരുന്ന വഴി സീബ്ര ലൈൻ, അതവിടത്തേക്കാണ് റോഡ് ക്രോസ് ചെയ്യാനുള്ളതാണ്. ഇത്രയാണ് നമ്മുടെ തലശ്ശേരി. പഴയ തലശ്ശേരിയും പുതിയ തലശ്ശേരിയുമായി വലിയൊരു മാറ്റങ്ങളില്ല. കുറേ വാഹനങ്ങൾ കൂടി എന്നതൊഴിച്ചാൽ ഇവിടെ പോകുന്നത് ഒരു ഇതാണ്. മാടാവിൽ എന്ന് പറഞ്ഞ സ്കൂളാണ് കാണുന്നത്. മാടാവിൽ ചന്തു മേനോൻ മെമ്മോറിയൽ മാടാവിൽ സ്കൂൾ. അവിടെ എന്തോ പരിപാടി ഉണ്ടോ എന്നറിയില്ല. അതുകൊണ്ടാണ് ആളുകൾ അങ്ങോട്ട് കയറി പോകുന്നത്. ഞാൻ പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആണ് മാടാവിൽ സ്കൂൾ. അതായത് അങ്ങോട്ടേക്ക് പോകുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ സ്കൂളുള്ളത്. മാടാവിൽ സ്കൂൾ. പണ്ടേ ചെറുപ്പത്തിൽ കേട്ട്. ഞാനൊക്കെ പഠിച്ചത് തലശ്ശേരി ടൗണിൽ തന്നെയുള്ള, ടൗൺ എന്ന് വെച്ചാൽ ഏകദേശം മൂന്ന ടാക്കീസിൻ്റെ അങ്ങോട്ടുള്ളൊരു അവിടെയാണ് ഞാൻ വീട് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ഇവിടേക്ക് പോകുന്നു. സെൻറ്റ് ജോസഫ്സിൽ സെക്രട്ട് ഹാർട്ട് കോൺവെൻറ്റിൽ തുടങ്ങിയതിലാണ് പഠിച്ചിരുന്നത്. പിന്നെ ഇവിടെയൊക്കെ പോകുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ കാല് സ്ലാബിൻ്റെ ഇടയിൽ കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതോടൊപ്പം ലക്ഷ്യമായി ഒരു പിടിച്ചിട്ടുള്ള ഈ മൊബൈൽ ഒപ്പം താഴെ നോക്കണം. താഴെ നോക്കാണ്ട് നടന്നാൽ ആസ്പത്രിയിലെത്തിപ്പോവും. ഇതിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം അരമണിക്കൂർ എടുത്തു ഞാൻ പറഞ്ഞ മഞ്ഞോടിയിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡിലെത്തുവാൻ. ഏതൊരു ഡോക്ടറുടെ വക്കീലിൻ്റെ ആരുടെ വീടാണിത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നടന്നു പോയത് നമ്മുടെ നീല ബസ് കാണാം. നീല വളരെ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കണം. ഇവിടുത്തെ വഴുക്കലായിരിക്കും. നടന്നു പോകുന്നത് കുറച്ച് ദുസ്സഹമായിരിക്കും. അപ്പോൾ മഴ തുടങ്ങാനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഉള്ളത്ര പ്രശ്നമില്ല. പിന്നെ നല്ല മഴ ആയിക്കഴിഞ്ഞാൽ ഈ സ്ലാബൊക്കെ വഴുതാൻ തുടങ്ങും. സൂക്ഷിച്ച് നടന്നാലേ കരിമ്പോക്കാണ്. ഈ റോഡ് പോകുന്നത് ഈ കണ്ട ഇത് LIC ഓഫീസിലേക്കും പോകും. ആ റോഡ് നേരെ ടെലി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട റോഡായത്. ടെലി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട റോഡാണ് ഈ റോഡ്. നേരത്തെ കീഴന്തിമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞു തോന്നുന്നു. ഇപ്പോൾ ടെലി ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട റോഡാണ് ഈ കണ്ടത്. ഇനി വരാൻ പോകുന്നത് ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ ബിൽഡിങ്ങിലേക്കാണ്. കീഴന്തിമുക്ക് ജംഗ്ഷൻ കഴിഞ്ഞു തോന്നുന്നു. ഇത് വലത്തോട്ട് പോകുമ്പോൾ ചേലക്കര എത്തുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ അത് ശരിക്കും എനിക്ക് ഈ വീഡിയോ പെട്ടെന്ന് ക്ലിയർ ആകാത്തതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നേരെ പോകുന്നത് പിന്നെ പറഞ്ഞ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ ഭാഗത്തേക്കാണ് ഞാൻ നടക്കുന്നത്. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം തന്നെയാണെന്ന് തോന്നുന്നത്. അവിടെ നിന്ന് റോഡ് ഇടത്തേക്ക് പോകുന്നുണ്ട്. ഏതാണ് റോഡ് ഇടത്തേക്കാണ് പോകുന്നത് മനസ്സിലാകുന്നില്ല. നേരത്തെ പറഞ്ഞ റോഡായിപ്പോയോ എന്തോ അറിയില്ല. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വാഹനങ്ങൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. വലത്ത് ഭാഗത്തുനിന്ന് പോകണമായിരുന്നു. വലത്ത് ക്യാമറ പോയില്ല. ഇവിടെ ഒരു സ്റ്റോറുണ്ട്. ഇത് സാധനങ്ങളെല്ലാം
ഇല്ല സ്റ്റോർ. ആ സ്റ്റോറിൽ ഞാൻ മുൻപൊരിക്കൽ പോയിരുന്നു, ബൈക്കിൽ പോകുന്ന സമയത്ത് പോയിരുന്നു. അവിടെ സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു. സ്റ്റോർ കഴിഞ്ഞു, നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ അധികം ഇപ്പോൾ സ്കൂട്ടികളാണ് കൂടുതൽ കാണുന്നത്. ഏറ്റവും മോട്ടോർ സൈക്കിളുകൾ കുറവാണ്. സ്കൂട്ടിക്കാണ് വെറുതെ ആക്സിലേറ്റർ കൊടുത്താൽ മതിയല്ല. സൈക്കിൾ ബാലൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ആക്സിലേറ്റർ കൊടുത്ത് പെൺകുട്ടികളടക്കം അധികം സ്കൂട്ടിയാണ് ഉപയോഗിക്കുന്നത്. സൈക്കിൾ അങ്ങോട്ട് പോയി തോന്നുന്നു. കുറച്ച് എടുത്തതിൽ കുറച്ച് അങ്ങനെ പെട്ടെന്ന് ആളുകൾ ശ്രദ്ധയപ്പെടുന്നു, എന്തെങ്കിലും ചോദ്യം ചെയ്യേണ്ട വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ ഒളിപ്പിച്ച് പിടിച്ച പോലെ ഇത് കയ്യിൽ പിടിച്ചിട്ടാണ് നടക്കുന്നത്, മൊബൈൽ ഫോൺ. അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ അത്ര ക്ലിയർ പോരാ. ഞാൻ വേണ്ടാത്ത സ്ഥലങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടി വന്നു. അതായത് ഇതിപ്പോൾ ഇവിടെ വേണ്ട, ശരിക്കും വലത്തോട്ടേക്ക് ആയിരുന്നു വേണ്ടത്. ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഏകദേശം 16 മിനിറ്റായി ഞാൻ അവിടെ നിന്ന് തുടങ്ങിയിട്ട്. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. ഇവിടെ എന്താണ് റോഡ് പോകുന്നത്, ഇത് റോഡ് മനസ്സിലാവുന്നില്ല. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൻ്റെ റോഡ് എത്തിയോ എന്നൊരു സംശയം. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം എത്തിയോ ഒക്കെ. തിരഞ്ഞെടുപ്പിൻ്റെ ബാക്കി പത്രങ്ങൾ ഇവിടെയെല്ലാം കാണാം. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് 17 മിനിറ്റ് കഴിഞ്ഞു. എനിക്ക് ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യാൻ ഏറ്റവും ഇതായിട്ടുള്ളത്, പിന്നെ സൂട്ടായിട്ടുള്ളത് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഇലക്ട്രിക് സ്കൂട്ടറാകുമ്പോൾ നമുക്ക് വെറുതെ ഒന്ന് ഇത് ആക്സിലേറ്റർ കൊടുത്ത് അങ്ങനെ പോയാൽ മതി. ഇതേപോലത്തെ നടന്നിട്ടെടുക്കുക എന്ന് വെച്ചാൽ കുറച്ച് വിഷമമുള്ള കാര്യം തന്നെയാണ്. ഇതായാലും ഇത് രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ തലശ്ശേരി റോഡുകളിലൂടെ പ്രാന്തപ്രദേശങ്ങളിലൂടെ നടന്നിട്ട് ചെയ്യുന്നത്. ഇനിയും പറ്റുമെങ്കിൽ യോഗമുണ്ടെങ്കിൽ വേറൊരു വീഡിയോ കൂടെ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ നോക്കട്ടെ, ഞാൻ പഠിച്ച സ്കൂള് അതൊക്കെ കാണണം. ഇതിപ്പോൾ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം ഏകദേശം എത്തിയിട്ടുണ്ട്. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നിന്ന് വാഹനങ്ങൾ ഇപ്പോൾ വലത്തോട്ട് ടേൺ ചെയ്ത് പോകുന്ന കാണാം. അത് നേരെ ചെന്ന് മുട്ടുന്നത് ടൗൺ ഹാളിലേക്കാണ്. കുറച്ച് ദൂരം പോകാനുണ്ട്. ടൗൺ ഹാൾ ജംഗ്ഷൻ, അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടാണ് കൂത്തുപറമ്പ് ബസ്സുകൾ പോവുക. കൂത്തുപറമ്പ് ബസ്സുകൾ പോവുക. വൺ വേ ട്രാഫിക് ആയത് കാരണം ലോഗൻസ് റോഡിൽ നിന്ന് വന്ന ബസ്സുകളെല്ലാം തലശ്ശേരി ബസ് സ്റ്റാൻഡിലെത്തുകയും ലോഗൻസ് റോഡ് വഴി തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വരുന്നത് പറഞ്ഞ ടൗൺ ഹാൾ റോഡ് വഴിയാണ്. അപ്പോൾ ടൗൺ ഹാളിലേക്ക് പോകുന്ന റോഡാണ് നേരത്തെ കണ്ടത്. ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം കഴിഞ്ഞു. പിന്നെ ഇനി ഇപ്പോൾ മുന്നോട്ട് തന്നെ വരുമ്പോൾ ആദ്യം കിഴന്തിമുക്ക് കഴിഞ്ഞാൽ പിന്നെ ടൗൺ ബാങ്ക് ഓഡിറ്റോറിയം. അതിനിടക്ക് കുറേ സ്ഥലങ്ങൾ നടന്ന് തീർക്കേണ്ടതുണ്ട്. ബസ്സാകുമ്പോൾ ഇതാന്ന് പറയുമ്പോൾ അങ്ങ് പോകും. മറ്റ് വാഹനങ്ങൾ ഏതായാലും ഇതാന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോകും. കുറച്ച് ഞാൻ വേണ്ടാത്ത കാട് കയറി വീഡിയോ എടുത്തെന്ന് തോന്നുന്നു. ഇതാ പോകുന്നുണ്ട്, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് 19 മിനിറ്റ്, ഏകദേശം 19 മിനിറ്റ് ആയിട്ടുണ്ട്. നേരെ പോകുന്നുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇവിടെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ഈ വെള്ളത്തിലിറങ്ങാതെ നിവൃത്തിയില്ല. കാരണം അപ്പുറത്തേക്ക് പോയാൽ വാഹനം തട്ടി പണി കഴിഞ്ഞു. അപ്പം ഈ വെള്ളത്തിൽ തന്നെ ചവിട്ടിയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്.
ഇവിടെ ഒരു ഓട്ടോറിക്ഷ നിർത്തിയിട്ടുണ്ട്, അതിനെ മറികടന്നിട്ട് വേണം നടക്കാൻ. സൂക്ഷിച്ചില്ലെങ്കിൽ തട്ടി പോയത് തന്നെ. അങ്ങോട്ട് നേരെ പോകുന്നുണ്ട്. ഏകദേശം ഒരു ഓവർ ബ്രിഡ്ജിൻ്റെ, തലശ്ശേരിയിലെ പഴയ ഓവർ ബ്രിഡ്ജ് എത്താനായി എന്നാണ് തോന്നുന്നത്. ആ ഓവർ ബ്രിഡ്ജിൻ്റെ തൊട്ടിട്ടാണ് വടക്കേ മലബാറിലെ ആദ്യം ഉത്സവം തുടങ്ങുന്ന മേലൂട്ട് മടപ്പുര ക്ഷേത്രം, മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം. ഈ പോകുമ്പോൾ ഓവർ ബ്രിഡ്ജ് കാണാം. ഓവർ ബ്രിഡ്ജ് മനസ്സിലാകില്ല. ഓവർ ബ്രിഡ്ജിൻ്റെ വലത്ത് ഭാഗത്താണ് ഈ മേലൂട്ട് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രം. വളരെ ശക്തിയുള്ള ക്ഷേത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിൽ ഏതാനും തവണ പോയിട്ടുണ്ട്. നമ്മുടെ നാടല്ലേ, അപ്പോൾ നടന്നു വരേണ്ട ദൂരമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. വീടിൻ്റെ ഭാഗത്ത് ഒരു വീഡിയോ കൂടെ എടുക്കണമെന്നുണ്ട്. വീട് ഉണ്ടായിരുന്ന സ്ഥലവും കുടാരപ്പുര എട എല്ലാം ഉള്ള ഒരു സ്ഥലത്ത് ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. പറ്റുമെങ്കിൽ ഒരു വീഡിയോ എടുക്കുന്നതാണ്. കുറച്ച് ലെഫ്റ്റ് അതാണ് പറഞ്ഞത്. പിന്നെ നമ്മളെ ഓവർ ബ്രിഡ്ജാണ് ഇത് കാണുന്നത്. ഓവർ ബ്രിഡ്ജ് കയറ്റം. ഓവർ ബ്രിഡ്ജ് തലശ്ശേരി ഓവർ ബ്രിഡ്ജ്. റെയിൽവേ ലൈൻ അടിയിലേക്കൂടെ പോകുന്നുണ്ട്. അതിൻ്റെ ഓവർ ബ്രിഡ്ജാണ്. ഈ ഓവർ ബ്രിഡ്ജിൻ്റെ വലത്ത് ഭാഗത്താണ് ഈ പറഞ്ഞ മേലൂട്ട് കണ്ട റെയിൽ പണ്ട് ഒറ്റ ലൈനാണ് ഉണ്ടായി. ഇപ്പോൾ 2 ലൈനുണ്ട്, ഡബിൾ ലൈന്. ഇതൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെല്ലാം കുറച്ചൊക്കെ വർഷം മുമ്പ് വരെ ഒരു ലൈനേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോൾ ഇത് 2 ലൈനായിട്ടുണ്ട്. ഇതിൻ്റെ കൈവരികളാണ്, സേഫ്റ്റി ഗാർഡ്സ് വേലി. ഇതിൻ്റെ വലത്ത് ഭാഗത്താണ് ഞാൻ പറഞ്ഞ മേലോട്ട് മടപ്പുര ക്ഷേത്രമുള്ളത്. ഇതിൻ്റെ വീഡിയോ അങ്ങോട്ട് പതിഞ്ഞില്ല, കാണാൻ പറ്റുമെന്നാണ് ഞാൻ, എൻ്റെ വീഡിയോയിൽ വന്നില്ല. നേരെ നടക്കുകയാണ്. അത് അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം എങ്ങനെ നടക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഏകദേശം ഇത് കഴിഞ്ഞു. ഇത് ഓവർ ബ്രിഡ്ജ് എത്തിക്കഴിഞ്ഞു. ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് ഇപ്പോൾ വലത്ത് ഭാഗത്താണ് മേലോട്ട് മടപ്പുര ക്ഷേത്രമുള്ളത്. വലത്ത് ഭാഗത്ത്. അതിപ്പോൾ വീഡിയോയിൽ പതിഞ്ഞോ എന്ന് അറിയില്ല, ഞാൻ നോക്കുന്നതേ ഉള്ളൂ. റെയിൽ കാണുന്നുണ്ട്. എൻ്റെ പരസ്യങ്ങളാണ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു. ഓവർ ബ്രിഡ്ജ് കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞു. തൊട്ടിട്ടാണ് റെയിൽവേ ഓവർ ബ്രിഡ്ജിന് തൊട്ടിട്ടാണ് മേലോട്ട് മടപ്പുര ക്ഷേത്രമുള്ളത്. ഇപ്പോൾ അത് കഴിഞ്ഞിരിക്കുന്നു. നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നൊരു ക്രോസിംഗ് ഉണ്ട്. അത് ലക്ഷ്യമാക്കിയിട്ടാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മണവാട്ടി ജംഗ്ഷൻ എന്ന് പറയും. മണവാട്ടി ജംഗ്ഷൻ. ഇത് ഇത്ര ശരിയായില്ല. കുറച്ച് വലത്തോട്ട് മാറി പിടിക്കേണ്ടിയിരുന്നു. വെറും ലെഫ്റ്റായിപ്പോയി. എന്നാലും ഇതിൻ്റെ ഒരു തെളിവ് നല്ലൊരു തെളിവ് മാത്രമേ പോയി. എന്തായാലും കുറച്ചും കൂടെ ഈ ഒറിജിനൽ വീഡിയോൻ്റെ വോളിയം കൂട്ടുന്നതാണ് എങ്കിലേ കുറച്ചെങ്കിലും ഒരു ഇതുള്ളൂ, വീഡിയോന് പ്രസക്തിയുള്ളൂ. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ബസ് സ്റ്റാൻഡ് എത്താറായിട്ടുണ്ട്. ഏകദേശം ബസ് സ്റ്റാൻഡിൻ്റെ ജംഗ്ഷൻ എത്തണം. ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നതും ലോഗൻസ് റോഡിൽ നിന്ന് വന്ന് മുട്ടുന്നതും
ആയ ജംഗ്ഷനിലെത്തിയാൽ വലത്തോട്ടേക്കാണ് ബസ്സുകളും നമുക്കും എല്ലാം പോകേണ്ടത്. ബസ്സിനായിരിക്കും നടന്നിട്ടായാലും ബസ്സിനുമെല്ലാം ഇവിടുന്ന് വലത്തോട്ടേക്കാണ് പോകേണ്ടത്. അങ്ങനെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 25 മിനിറ്റായി കഴിഞ്ഞിരിക്കുന്നു. ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് 25 മിനിറ്റായിട്ടുണ്ട്. വളരെ പതുക്കെയാണ് നടക്കുന്നത്. ചുമ്മാ പാടുന്ന ശരിക്കും പഠിച്ചിട്ടില്ലേ? അവിടെ നിൽക്കുന്ന വാച്ച്മാനിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താ എൻ്റെ പണി പരിപാടി നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു പേടിക്കൊട്ടാലനാണ്. എന്താ ഫോട്ടോ എടുക്കുന്ന ചോദിച്ചാൽ എന്താ പറയാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഏതാണ് ജംഗ്ഷൻ? ഏകദേശം വെസ്റ്റലേക്ക് പോകുന്ന ജംഗ്ഷൻ എടുക്കാറായിട്ടുണ്ട്. ഏകദേശം 26 മിനിറ്റ് അവളെ കഴിഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട്. മണവാട്ടി ജംഗ്ഷൻ എത്താറായി എന്നാണ് തോന്നുന്നത്. മണവാട്ടി ജംഗ്ഷൻ എത്തിയോ? മണവാട്ടി ജംഗ്ഷൻ എത്തിയെന്ന് തോന്നുന്നു. എല്ലാവരുടെയും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നാമത് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെയും വീഡിയോ എടുക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ എൻ്റെ ഒരു കയ്യിൽ വലത്തെ കയ്യിലൊരു ബാഗുണ്ട്, ഇടത്തെ കയ്യിൽ മൊബൈൽ ഫോണ് പിടിച്ചിട്ടുള്ളത്. വാഹനങ്ങളുടെ തിരക്കാണ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് എത്താറായിട്ടുണ്ട്. ആളുകൾ അങ്ങനെ പോകുന്നു എല്ലാം വാഹനങ്ങൾ തന്നെ. നടക്കുന്ന ആളുകൾ നമ്മളെപ്പോലത്തെ കുറച്ച് ആളുകളേ ഉള്ളൂ. എല്ലാവരും വാഹനം തന്നെ. ലോക താപനം എന്നെല്ലാം പറയുന്നത് ഇങ്ങനെ വാഹനങ്ങൾ കാർബൺ ഡയോക്സൈഡ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് ഉണ്ടാവും. ഹരിതവാതക ഗ്രഹം എന്തായാലും അങ്ങനെയെല്ലാം പറയുന്നില്ല. ഓസോൺ പാളിക്ക് തകരാറ് എന്നൊക്കെ പറയുന്ന ഇതാണ്. ഏകദേശം നമ്മളിപ്പോൾ മണവാട്ടി ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ നേരത്തെ നോക്കി വെച്ചതാണ്. ഇപ്പോൾ അവിടെ റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ അതിലേ പോയി ഞാനിപ്പോൾ അപ്പുറത്തേക്ക് കടക്കണം. ബസ് സ്റ്റാൻഡ് ഏകദേശം എത്താറായി. അതിൻ്റെ വലത്ത് ഭാഗത്തുള്ള ഞാൻ പോകുന്ന വലത്ത് ഭാഗത്തുള്ള മണവാട്ടിയോട് തൊട്ടിട്ടുള്ള ഷോപ്പുകളാണ് ഇത് കാണുന്നത്. ഇവിടെ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അപ്പുറത്തേക്ക് മുറിച്ച് കിടക്കണം, അല്ലെങ്കിൽ തടി കേടാവും. സൂക്ഷിച്ചിട്ട് അപ്പുറത്തേക്ക് കിടക്കണം. ഞാൻ ഇങ്ങോട്ടേക്ക് റോഡിൻ്റെ ഇടത്ത് ഭാഗത്തേക്ക് കടക്കുവാൻ പോകുന്നു. കാലങ്ങളിൽ അവൾ വസന്തം, കലകളിലെ അവൾ ഓവിയം, പാദങ്ങളിൽ അവൾ മാലി, മലർകളിലെ അവൾ മല്ലികേ, കാലങ്ങളിൽ അവൾ വസന്തം. ബോറടിക്കണ്ട, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പാട്ടൊക്കെ പാടുന്നത്. ഏകദേശം തലശ്ശേരി ബസ് സ്റ്റാൻഡ് ഇതാ കാണുന്ന ബസ്സുകളെല്ലാം നിരത്തി വെച്ചിട്ട് കാണുന്നില്ലേ? ബസ് സ്റ്റാൻഡ് എത്തി. ഇതാണ് ഞാനിങ്ങനെ മെല്ലനെ ഇവിടെ നാടയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആ നാടയെല്ലാം മുറിച്ച് കടന്നിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഇല്ല അപ്പുറത്തേക്ക് പോയെല്ലാം ചളിക്കുണ്ടായിരിക്കും. വലത്ത് ഭാഗത്ത് ഇടത്ത് ഭാഗത്തേക്ക് ഒന്ന് പിടിക്കണം. ഞാൻ വലത്ത് ഭാഗത്തേക്ക് കൂടെ നടന്നുകൊണ്ടിരിക്കുക. ഒരു ചെറിയൊരു പാസേജ് കാണുന്നുണ്ട്. ആ പാസേജിൽ ഞാനിപ്പോൾ ഇടത്തോട്ടേക്ക് കടക്കുന്നതാണ്.
ഇതാ ബസ് സ്റ്റാൻഡിൻ്റെ ഏകദേശം എത്തി. അവിടെയുള്ള മൊബൈൽ ഷോപ്പ് അങ്ങനെ ഉള്ള ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിനോട് അനുബന്ധിച്ചുള്ള ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അധികം ഇട്ട കാരണമൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല, എല്ലാം ഇൻ്റർലോക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഞാനിത് അങ്ങോട്ട് ഏകദേശം ബസ് സ്റ്റാൻഡിലേക്ക് കടക്കാൻ പോകുന്നതാണ്. ബസ്സുകൾ നിർത്തിയിട്ട് കാണുന്ന ബസ്സാണ്. ഏകദേശം എത്തുന്നതേ ഉള്ളൂ. ഇന്ദുലേഖ കൺതുറന്ന് ഇന്നൊരാവും സാന്ദ്രമായി ഇന്ദ്രജാലം മെല്ലെ ഉണർത്തി മന്മഥൻ്റെ തേരിലേറ്റി. ഇന്ദുലേഖ കൺതുറന്ന് ഇന്നൊരാവും സാന്ദ്രമായി ഇന്ദ്രജാലം മെല്ലെ ഉണർത്തി മന്മഥൻ്റെ തേരിലേറ്റി. ഇന്ദുലേഖ കൺതുറന്ന് അതാ ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ബസ് നിർത്തിയിട്ടുണ്ട്. അപ്പുറത്തൊക്കെ കണ്ട നമ്മുടെ KSRTCയുടെ ബസ്സുകളാണ്, ദൂരേക്ക് പോകുന്ന ബസ്സുകളാണ്. TT ഉണ്ട്. മറ്റേത് അങ്ങനെ ലിമിറ്റ് സ്റ്റോപ്പ് ഇവിടെ നിർത്തുകയെന്ന് അറിയില്ല. ലിമിറ്റ് സ്റ്റോപ്പ് കണ്ണൂർ തലശ്ശേരി ലിമിറ്റ് സ്റ്റോപ്പ് ചിലപ്പോൾ നമ്മുടെ കണ്ണൂർ ബസ് നിർത്തുന്നതിൻ്റെ മുൻപിൽ കൊണ്ട് നിർത്തുന്ന കാണാം. ഒരു ദിവസം അറിയാതെ ഒരു ലിമിറ്റ് സ്റ്റോപ്പ് ബസ് കയറി. എനിക്ക് മുഴപ്പിലങ്ങാടാണ് താമസം. ഇപ്പോൾ മുഴപ്പിലങ്ങാട് പോകേണ്ട ഞങ്ങൾക്ക് കയറിപ്പോയപ്പോൾ അയാളെ വക ചീത്ത, എന്താ നിറം നോക്കിക്കൂടെ. അന്നാണ് ഞാൻ എൻ്റെ ഈ നിറത്തിനെ പറ്റി എൻ്റെ മനസ്സിൽ ബുദ്ധി ഉദിച്ചത്. അതായത് നീല ബസ്സെല്ലാം ലൈൻ ബസ്, മറ്റേ ദൂരെ പോകുന്ന ബസ് ലിമിറ്റ് സ്റ്റോപ്പ് പോലത്തെല്ലാം ചുവപ്പ് ബസ് എന്നൊരു തിരിച്ചറിവ് അന്നാണ് ഉണ്ടായത്. അയാളെ വായുണ്ട് കേട്ടപ്പോഴാണ് നമുക്കത് ബോധം വന്നതാണ്. മനുഷ്യനൊന്നും മറ്റു കാര്യമില്ല, ഉദ്യോഗസ്ഥനൊന്നും മറ്റു കാര്യമില്ല. എല്ലാ കാര്യങ്ങളും എപ്പോഴെങ്കിലും ഒരു അതിൻ്റേതായ സമയം വരുമ്പോൾ മനസ്സിലാക്കും എന്നാണ് ഇതിനും പറഞ്ഞുകൊണ്ട് വീഡിയോ ഏകദേശം തീരാനായിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ അങ്ങോട്ടേക്ക് നടക്കുകയാണ്. എൻ്റെ ബസ് നിർത്തേണ്ട സ്ഥലം ഏകദേശം എത്തിയിരിക്കുന്നുണ്ട്. കണ്ണൂർ ബസ്സിലേക്കാണ് എനിക്ക് പോകേണ്ടത്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡ്. അപ്പോൾ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറിയാൽ നേരെ പഴയ ബസ് സ്റ്റാൻഡിൽ പോയി അവിടെ നിന്ന് അങ്ങനെ നേരെ കണ്ണൂരേക്ക്, പിന്നെ കോടതി വഴി വീനസ് എന്ന് പറയും, അല്ല കോടതി കഴിഞ്ഞപ്പോൾ വീനസ് എന്ന് പറഞ്ഞാൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആണ്. അതാണ് വീനസ് എന്ന് പറഞ്ഞിട്ട് ടോക്കീസ് ഉണ്ടായത്. അതാണ് വീനസ് ടോക്കീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ശശിധരൻസ് വ്ളോഗിൻ്റെ ഇന്നത്തെ ഈ സാഹസം കൊണ്ട് നിങ്ങളുടെ മുൻപിൽ വെക്കുവാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ശശിധരൻസ് വ്ളോഗിനെ ലൈക്ക്